ആശുപത്രിയുടെ നിർമ്മാണം നടക്കുമ്പോൾ കുടിവെള്ള സ്രോതസ് മലിനമാക്കപ്പെടുന്നതായി ആക്ഷേപം. വിജയപുരം ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡായ പാക്കത്തുകുഴി നിവാസികൾ കുടിവെള്ളം മലിനമാകുന്നതായി ആരോപിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. 8 പട്ടികജാതി കുടുംബങ്ങളടക്കം 33 കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ളമാണ് ആശുപത്രി നിർമ്മാണം മൂലം മലിനപ്പെട്ടതെന്നാണ് ആക്ഷേപമുയർന്നത്. ആശുപത്രി നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ജനങ്ങളുടെ ആശങ്ക അറിയിച്ചപ്പോൾ കുടിവെള്ളത്തിന് യാതൊരു ദൗർലഭ്യവും ഉണ്ടാകില്ലെന്നും ജലം മലിനപ്പെടില്ലെന്നും ബന്ധപ്പെട്ടവർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ജലം പരിശോധിച്ചപ്പോൾ മാലിന്യം കലർന്നതായും ഉപയോഗയോഗ്യമല്ലെന്നുമാണ് റിപ്പോർട്ട് കിട്ടിയത്. ജലം മലിനപ്പെട്ടത് മൂലം വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ട സ്ഥിതിയാണെന്നും നാട്ടുകാർ പറയുന്നു. ഡോക്ടർ തന്നെ പറഞ്ഞു, ഞാനിത് അടുത്ത സമയത്ത് മറുപടി കിട്ടി കഴിഞ്ഞാൽ ആ മേടിക്കുന്നവർ നിങ്ങൾക്ക് വെള്ളം തരുമെന്ന് എന്താ ഉറപ്പ്? അപ്പം അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചതി അന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ നിന്നവരെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. പക്ഷേ അന്നൊരു നമ്മൾ സമാധാനപരമായിട്ട് ഈ ഡോക്ടറെ വിശ്വസിച്ച് ഈ കുടിവെള്ളം ലഭിക്കും എന്ന് പറഞ്ഞിട്ടു. ഇപ്പോൾ ആര് ചെന്ന് ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ അവിടെ കുടിവെള്ളം തടഞ്ഞിട്ടേ ഇല്ല, കുടിവെള്ളം അവർ ഇഷ്ടം പോലെ എടുത്തോട്ടെ, നാളെയും ഞാൻ തടയുന്നില്ല. പക്ഷേ ഇതുപോലെ ഭീമാകാരനായ ഒരു ഹോസ്പിറ്റലിൻ്റെ അടിയിൽ കൂടി ഒഴുകുന്ന ഈ ഉറവ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പോയി പഠിച്ചിട്ടുണ്ടോ? പരിസ്ഥിതി പോയി പഠിച്ചിട്ടുണ്ടോ? അവിടെ കൂറ്റൻ ബിൽഡിംഗ് പണിയാൻ ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ പണിത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന എന്തെല്ലാം രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഉണ്ടായാലും അതിൽ നിന്ന് മാലിന്യമേ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഈ താഴ്ന്ന പ്രദേശത്തുള്ള ജീവിക്കുന്നവരുടെ എല്ലാം ഇപ്പം കുഴപ്പമില്ല. ഇപ്പം ഈ സമരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നവരും അല്ലെങ്കിൽ ചിരിക്കുന്നവരുമായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും നാളെ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ദൂഷ്യം ഉണ്ടാകുമെന്നുള്ള കാര്യം ഒരു സംശയവുമില്ല. ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങുമ്പോൾ മാലിന്യം ഒഴുകിപ്പോകാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതാവുകയും കുടിവെള്ള സ്രോതസ്സിൽ കൂടി തന്നെ മാലിന്യം ഒഴുക്കേണ്ട സ്ഥിതി വരികയും ചെയ്യുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. വാർഡ് മെമ്പർ അനിൽ സ്വാതി സമരം ഉദ്ഘാടനം ചെയ്തു. ജിമോൻ അധ്യക്ഷനായിരുന്നു. ടി ശശീന്ദ്രനാഥ്, ഉഷ വേണുഗോപാൽ, പോൾസൺ പീറ്റർ, പോൾ കെ ജോസഫ്, ഓമനക്കുട്ടൻ, രഞ്ജിത്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു.